അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ് മുൻതഖിമ് എന്നത്. ശിക്ഷിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 3 തവണയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 630 ഉദ്ദേശിക്കുന്ന ആളുകളെ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കഠിനമായ ശിക്ഷകൾ തന്നെ നടപ്പിലാക്കുന്നവൻ, അക്രമികളായ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും താക്കീത് ചെയ്യുകയും ചെയ്തതിൻ്റെ ശേഷം അവർ അക്രമം നിർത്തുന്നില്ല എങ്കിൽ അവരെ കഠിനമായി ശിക്ഷിക്കുന്നവൻ. ഒരു നിലക്കും നന്നാകാത്ത രൂപത്തിൽ അഹങ്കാരികളും തെമ്മാടികളുമാകുന്ന ആളുകളെ നശിപ്പിക്കുന്നവൻ, ശിക്ഷയുടെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശിക്ഷ നടപ്പിലാക്കുന്നവൻ എന്ന രൂപത്തിലൊക്കെ ഈ പദത്തിൻ്റെ അർത്ഥത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു തിന്മ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേഗത്തിൽ ശിക്ഷ കൊടുക്കുന്നതിനേക്കാൾ അശദ്ധാണ്, കഠിനമാണ് അവർക്ക് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്ത തെറ്റിൻ്റെ മേലിൽ താക്കീത് നൽകി ശിക്ഷിക്കാൻ എല്ലാ കഴിവും തനിക്കുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ശിക്ഷയെ വൈകിപ്പിച്ചു കൊടുത്ത് എന്നിട്ടും അവർ നന്നാകുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നത്, അത് പൊടുന്നനെയുള്ള ശിക്ഷയേക്കാൾ കഠിനമാണ്. നിഖമത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് മുൻതഖിമ് എന്നത്. നിഖമത്ത് എന്ന് പറഞ്ഞാൽ അൽ മുജാസാത്തു അല ദംബി, ദോഷങ്ങളുടെ മേലിൽ പ്രതിഫലം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ തിന്മകൾക്ക് ഉള്ള പ്രതിഫലമാകുന്ന ശിക്ഷ കൊടുക്കൽ. ചില പണ്ഡിതന്മാർ നിഖമത്ത് എന്ന പദത്തെ വിശദീകരിച്ചത് ദേഷ്യത്തിൻ്റെ കലർപ്പുള്ള വെറുപ്പ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു കാര്യം ദേഷ്യപ്പെടുകയും വെറുക്കുകയും ചെയ്തിട്ട് ആ കാര്യത്തിൻ്റെ മേലിൽ ശിക്ഷ നടപ്പാക്കുന്നവനാണ് മുൻതഖിമ്. ഒരടിമ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് മുൻതഖിമ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ അടിമ എപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നിലേക്ക് വരാൻ കാരണമാകുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ അതിൽ നിന്നൊക്കെ അവൻ അകന്നു നിൽക്കും. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടിമകളായ സൃഷ്ടികളോട് ഒരു ശിക്ഷാ നടപടി നടത്തുന്ന ആ ഒരു സ്വഭാവം തീർച്ചയായും ഈ തിരിച്ചറിവ് ലഭിച്ചവനിൽ ഉണ്ടാവുകയില്ല. മുൻതഖിമ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ മഹത്തുക്കൾ പഠിപ്പിച്ചു റബ്ബിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ശരീരത്തിൻ്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ പൊട്ടിച്ചു കളയലാണ്.
റബ്ബ് ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു ദേഷ്യപ്പെടുന്ന, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. റബ്ബിനിഷ്ടപ്പെടാത്ത ചിന്തകൾ, റബ്ബിനിഷ്ടപ്പെടാത്ത വാക്കുകൾ, പ്രവർത്തികൾ, ഇതൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് അകലം പാലിക്കലാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളങ്ങൾ. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ അഅദാകളെ അല്ലാതെ അവൻ ശിക്ഷിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അഅദാകളിൽപ്പെട്ട, ശത്രുക്കളിൽപ്പെട്ട ഏറ്റവും വലിയ ശത്രു അവൻ്റെ തന്നെ, ആ അടിമയുടെ തന്നെ നഫ്സാണ്, ശരീരമാണ്. ശരീരമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ നിന്നും, ദീനിൻ്റെ നിയമങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ കൂടുതൽ അകറ്റുക. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ശത്രുവായ 70 പിശാചിനേക്കാൾ കഠിനമായ ശത്രുവാണ് എന്ന് പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ള ശരീരം, ആ ശരീരത്തിന് ശിക്ഷ കൊടുക്കുക. ശരീരത്തിന് ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരം ആഗ്രഹിക്കൽ എപ്പോഴും തിന്മകൾ ചെയ്യലും തിന്മകളുടെ വഴിയെ സഞ്ചരിക്കലുമാണ്. അപ്പം അതിൻ്റെ എതിരിൽ ശരീരത്തെ നിർബന്ധിപ്പിക്കുക. തെറ്റ് ചെയ്യാനാണ് ശരീരം അവനെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ ആ തെറ്റിൻ്റെ എതിരായ കാര്യം ആ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ സമയത്ത് അലസനായിരിക്കാൻ അവൻ്റെ ശരീരം അവനോട് കൽപ്പിക്കുമ്പോൾ ആ ശരീരത്തിന് എതിര് ചെയ്തുകൊണ്ട് ശരീരത്തെ കൊണ്ട് അവൻ നിസ്കരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യലാണ് ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൽ റമളാനിലെ നോമ്പ് ഒരാൾ ജിമാ കൊണ്ട് ബാത്തിലാക്കിയാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണ ചേർന്നുകൊണ്ട് ബാത്തിലാക്കിയാൽ, അതിന് പകരം തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണമെന്ന നിയമം അള്ളാഹു വെച്ചു. അത് ശരീരത്തെ ശിക്ഷിക്കുന്ന ഒരു രൂപമാണ്. അള്ളാഹു മുൻതഖിമായതുകൊണ്ടാണ് നമ്മോട് അത്തരത്തിൽ ഉള്ള ഒരു കൽപ്പന വെച്ചിട്ടുള്ളത്. നാമും മുൻതഖിമായി നമ്മളുടെ നഫ്സിനെ നമ്മൾ ആ രൂപത്തിൽ തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്ന നിലക്ക് കൽപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ചവരാകും. അതേപോലെ തന്നെ തെമ്മാടികളായ ആളുകൾക്ക് ശിക്ഷ നടപ്പാക്കാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ലെങ്കിൽ കൈകാര്യകർത്താക്കളിലേക്ക് തെമ്മാടികളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുക എന്നതും ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണ്. കേവലം ഭരണീയരായ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എന്നാൽ നമ്മെക്കൊണ്ട് നിർത്തലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിനെ അധികാരികളിലേക്ക് എത്തിച്ച് ആ അധികാരികളിലൂടെ ആ തെമ്മാടിത്തരത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇതിൻ്റെ അബ്ജദീയത്ത് കണക്ക് പ്രകാരമോ അതിലധികമോ ഒരുത്തൻ ചൊല്ലിയാൽ തീർച്ചയായും അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അവന് ഉണ്ടായേക്കാവുന്ന ആ ശത്രുതകളും പ്രയാസപ്പെടുത്തലുകളുമൊക്കെ അള്ളാഹു ഇല്ലാതെയാക്കും. നമ്മളുടെ ശത്രുവിൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്ത് ആ ശത്രുവിന് ശിക്ഷ
നൽകി അവനെ അല്ലാഹുത്താല ഒതുക്കിക്കളയും എന്നാണ്. അതുപോലെ തന്നെ പനി, ജ്വരം, വൈറൽ പനി പോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ നമ്മളുടെ തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹുത്താല ചെയ്യുന്ന ഒരു ശിക്ഷയുടെ രൂപമാണെന്ന് മനസ്സിലാക്കി ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലുമ്പോൾ അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് ശമനമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.